സത്യം ഈ പുസ്തകം പറയും. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തത്. ആ മനുഷ്യൻ ആ രോഗമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ സത്യമല്ല. സത്യം ഈ പുസ്തകം പറയും, സത്യവേദ പുസ്തകം പറയും, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കും. അതുകൊണ്ട് വാ കൊണ്ട് പറയേണ്ടത് ഒരു കൂട്ടം ശരികളെയല്ല, വാ കൊണ്ട് പറയേണ്ടത് ട്രൂത്താണ്, സത്യമാണ്. ഇതിലെന്ത് വിശ്വസിക്കുന്നു അത് മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. വിശ്വാസിക്ക് എന്ത് വേണം? എല്ലാവരും വാ തുറന്ന് പറ. വിശ്വാസിക്ക് വിശ്വാസം വേണം. വിശ്വാസിക്ക് വിശ്വാസം വേണം. എബ്രായർ 3:12 എഴുതിയിരിക്കുകയാണ്, സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ച് കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾ നോക്കുകയും അപ്പോഴേ അതിനെ അടിച്ചു താഴ്ത്തണം. അവിശ്വാസം ഉള്ള ദുഷ്ടഹൃദയം, അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഈവിൾ ഹാർട്ട് എന്നാണ്, ഈവിൾ ഹാർട്ട് ഓഫ് അൺബിലീഫ് എന്നാണ്. ദുഷ്ടഹൃദയം എന്ന് മലയാളത്തിൽ വായിക്കുമ്പോൾ അതിൻ്റെ പിറകിൽ നിൽക്കുന്ന ഒരു ഈവിൾ സ്പിരിറ്റ് ഉണ്ട്. ഞാൻ ഉറപ്പായും പറയുന്നു, നമുക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു. ലോകപ്രസിദ്ധ സുവിശേഷകനും ആദരണീയനുമായിരുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന ഡോക്ടർ ബില്ലി ഗ്രഹാം, നിങ്ങളൊരു കസേരയിൽ വന്നിരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു വ്യക്തി പോലും നിങ്ങൾ ആ കസേരയിൽ വന്നിരുന്നതായ സമയത്ത് നിങ്ങളിൽ ആരെങ്കിലും ഞാൻ അങ്ങോട്ടിപ്പോൾ ഈ കസേരയിൽ ഇരിക്കും, ഠം കസേര ഒടിഞ്ഞ് ഞാൻ തറയെ വീഴും എന്ന് നിങ്ങൾ ചിന്തിച്ചോ? മനസ്സിലെങ്കിലും വന്നോ? ആരെങ്കിലും കസേര എടുത്ത് പൊക്കി അതിൻ്റെ കാലെല്ലാം ചെക്ക് ചെയ്തിട്ടിരുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? ആരും തന്നെ ഇല്ല. നിങ്ങൾ വന്നപ്പോഴേ നിങ്ങൾക്കൊരു കസേര കിട്ടി, ആ കസേരയിൽ നിങ്ങൾ ഇരുന്നു. നിങ്ങൾ വേറൊരു കാര്യം പോലും ചിന്തിക്കുക പോലും ചെയ്തില്ല. എൻ്റെ ചോദ്യം, ഒടിയത്തില്ലെന്ന് ആര് പറഞ്ഞു? കസേരയിലോട്ടിരിക്കും, ടപ്പാന്നങ്ങ് ഒടിഞ്ഞു പോയാൽ എന്ത് ചെയ്യും? വല്ല ഉറപ്പുണ്ടോ? പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരിക്കൽ പോലും ആ കസേര ഒടിയുമെന്ന് നിങ്ങൾ ചിന്തിച്ചില്ല. ഡോക്ടർ ബില്ലി ഗ്രഹാം പറയുകയാണ്, എൻ്റെ വാക്കല്ല, അദ്ദേഹം പറയുകയാണ്, ആ കസേരയിലുള്ള വിശ്വാസയിലും ദൈവത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്നേ രക്ഷപ്പെട്ടേനെയായിരുന്നു. കാരണം മനസ്സിൽ പോലും ഒരു ഡൗട്ട് വരുന്നില്ല, ചിന്തിക്കുന്നില്ല, അവിശ്വസിക്കുന്നില്ല. കാരണം അവിശ്വാസം ഒരു ദുഷ്ടഹൃദയമാണ്. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് വ്യക്തിപരമായ അനുഭവവും ഒരു തിരിച്ചറിവുമാണ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞിട്ട്, വിശ്വാസം ഒരു അടിച്ചേൽപ്പിക്കലല്ല. പറഞ്ഞാട്ടെ, വിശ്വാസം ഒരു അടിച്ചേൽപ്പിക്കലല്ല. വിശ്വാസം ഒരു തിരിച്ചറിവാണ്. വിശ്വാസം ഒരു എൻകൗണ്ടർ ആണ്. വിശ്വാസം ഒരു അനുഭവമാണ്. എന്നാൽ ഞാൻ വീണ്ടും ഉറപ്പായും പറയുന്നു, നീ ദൈവത്തിൽ ഒരു സംശയമില്ലാതെ ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ചാടി കടലിലേക്ക് പോക എന്ന് പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ സംഭവിക്കും. റോമൻസ് ചാപ്റ്റർ 4:19. അവൻ അബ്രഹാം, അവനെന്ന് എഴുതിയിരിക്കുന്നിടത്ത് അബ്രഹാം എന്ന് ചേർത്ത് വായിക്കണം. അബ്രഹാം ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിന്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. 100 വയസ്സുള്ളപ്പോൾ അബ്രഹാമിന് അറിയാം തന്റെ ശരീരത്തിന്റെ അവസ്ഥ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ്, നമുക്കറിയാം നമ്മുടെ അവസ്ഥ. നിങ്ങളുടെ സാമ്പത്തിക വിഷയം നിങ്ങൾക്കറിയാം, നിങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നതിന് നിങ്ങൾക്കറിയാം. ഇതുപോലെ അബ്രഹാമിനും അറിയായിരുന്നു ഇനി മക്കൾ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ലെന്ന്. പക്ഷെ അബ്രഹാം വിശ്വസിച്ചത് നിർജീവത്വത്തെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് സാഹചര്യത്തെ അല്ല, അബ്രഹാം വിശ്വസിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തത്തെയാണ്. പിശാചിന്റെ അകത്ത് കൊണ്ടുവരുന്ന എല്ലാ സംശയങ്ങളെയും ഞാൻ സംശയിക്കുന്നു. കാരണം സാത്താൻ ഭോഷ്ക് പറയുന്നവനും
ആ ഭോഷ്ക്ക് പറയുന്നതിന്റെ, കള്ളം പറയുന്നതിന്റെ അപ്പനുമാകുന്ന ഡോക്ടറേറ്റ് എടുത്തവനാന്ന യേശു കർത്താവ് പറഞ്ഞേ. നിന്റെ ചെവിയിൽ അവൻ കള്ളമേ പറയത്തുള്ളൂ. പിശാച് കള്ളമാ പറയുന്നെങ്കിൽ യേശു സത്യമാണ്. യേശു സത്യമാണ്. സത്യം ബൈബിളാണ്. സത്യ ദൈവം യേശുവാണ്. ഇത് സത്യ വേദപുസ്തകമാണ്. ഇത് സത്യ സുവിശേഷമാണ്. ദൈവം സത്യമാണ്. എന്നാൽ ശരികളുണ്ട്. നമ്മൾ വിശ്വസിക്കേണ്ടത് ശരികളെ അല്ല, സത്യം ഈ പുസ്തകം പറയും. എന്റെ ദൈവമോ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും. ആ മനുഷ്യൻ ആ രോഗമുണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്, ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സത്യമല്ല. സത്യം ഈ പുസ്തകം പറയും, സത്യവേദ പുസ്തകം പറയും, അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ല, നിങ്ങളുടെ മക്കൾ അനുസരിക്കുന്നില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സത്യം അതല്ല. സത്യം ബൈബിൾ പറയും. ബൈബിൾ പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. അതുകൊണ്ട് വാ കൊണ്ട് പറയേണ്ടത് ഒരു കൂട്ടം ശരികളെ അല്ല, വാ കൊണ്ട് പറയേണ്ടത് ട്രൂത്താണ്, സത്യമാണ്. ഇന്ന് പകൽ ഈ ആരാധന മധ്യയിൽ വായ് തുറന്ന് സത്യവചനത്തെ റിപ്പീറ്റ് ചെയ്ത് നിന്നോട് തന്നെ നീ പറയുമ്പോൾ ആ വചനം നിന്നിൽ ക്രിയ ചെയ്യുന്നതും ആ വചനം സാഹചര്യങ്ങളെ കീഴ്മേൽ മറിക്കുന്നതും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നോ അത് മാത്രമേ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ.